വെറും 24 മണിക്കൂറിനുള്ളിൽ ഫിഫ ലോകകപ്പിന്റെ ആയിരക്കണക്കിന് ടിക്കറ്റുകളാണ് ആരാധകർ റദ്ദാക്കിയത്. US, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ഈ കായിക മാമാങ്കത്തിന് രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ബോയ്കോട്ട് വേൾഡ് കപ്പ് എന്ന ഹാഷ്ടാഗ് കത്തിപ്പടരുകയാണ്. പ്രധാനമായും US-ലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും സുരക്ഷയിലും ആശങ്ക പ്രകടിപ്പിച്ചാണ് വിദേശ ആരാധകരുടെ ഈ കൂട്ട പിന്മാറ്റം. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നയങ്ങളോടുള്ള പ്രതിഷേധം കൂടിയാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയുടെ കർശനമായ വിസ നിയന്ത്രണങ്ങളും ടിക്കറ്റുകളുടെ അമിത വിലയും രാഷ്ട്രീയ വിയോജിപ്പുകളും കാരണമായിട്ടുണ്ട്. കൂടാതെ മനുഷ്യാവകാശ സംഘടനകളും കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കെതിരെ ഈ വേദിയിൽ പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ടിക്കറ്റുകൾ ബഹിഷ്കരിക്കാനും ഗാലറികൾ ശൂന്യമാക്കാനുമാണ് സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലൂടെ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. റോയ ന്യൂസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം വെറും 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം 16,800 ടിക്കറ്റുകളാണ് ആരാധകർ റദ്ദാക്കിയത്. ഡിസംബറിൽ ഫിഫ അവകാശപ്പെട്ടത് 7 മില്യൺ ടിക്കറ്റുകൾക്കായി 150 മില്യൺ അപേക്ഷകൾ ലഭിച്ചു എന്നാണ്. ഈ അപ്രതീക്ഷിത പിന്മാറ്റം ഫിഫയെ ശരിക്കും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഈ ആഴ്ച ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർക്കാൻ ഫിഫ അധികൃതർ നിർബന്ധിതരായിരിക്കുകയാണ്. അമേരിക്കയിലെ സുരക്ഷാ ആശങ്കകളും മനുഷ്യാവകാശ പ്രശ്നങ്ങളുമാണ് ടിക്കറ്റ് റദ്ദാക്കുന്നവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ടൂർണമെന്റിലെ ആകെയുള്ള 104 മത്സരങ്ങളിൽ 78 എണ്ണവും US-ലാണ് നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം ലോകകപ്പിന്റെ വലിയൊരു ഭാഗത്തെയും ബാധിച്ചേക്കാം. ജൂൺ 11 തുടങ്ങാനിരിക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ പിന്മാറ്റം ഫിഫയ്ക്കും സംഘാടകർക്കും വലിയൊരു വെല്ലുവിളിയാണ്. ലോകം കാത്തിരിക്കുന്ന ഈ ടൂർണമെന്റ് എത്രത്തോളം ഭംഗിയായി നടക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.